ഇത് ആധുനിക കാലത്തെ രാഷ്ട്രീയ തത്വചിന്തകരെ അവരുടെ ആശയങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു സീരീസാണ്. ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് തോമസ് ഹോബ്സിനെ കുറിച്ചാണ്. തോമസ് ഹോബ്സ് ആധുനിക കാലത്തെ ആദ്യത്തെ പ്രധാന രാഷ്ട്രീയ തത്വചിന്തകനായി കരുതപ്പെടുന്നു. ആധുനിക ശാസ്ത്രത്തിന്റെ രീതികൾ വികസിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ആ മാറ്റങ്ങളിൽ വലിയ രീതിയിൽ സ്വാധീനിക്കപ്പെട്ട ഒരാളുമായിരുന്നു ഹോബ്സ്. തീർത്തും മെറ്റീരിയലിസ്റ്റിക്കായ ഭൗതികമായ അടിത്തറയിലുള്ള മനുഷ്യനെക്കുറിച്ച ഒരു ശാസ്ത്രത്തിൽ നിന്ന് ആരംഭിച്ചുകൊണ്ട് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ചിന്തയെ അദ്ദേഹം വിഭാവനം ചെയ്തത് അതുകൊണ്ടാണ്. കുറെ അടിസ്ഥാനപരമായ ആക്സിയമുകളിൽ നിന്ന് ഡെഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന സങ്കീർണമായ ജ്യാമിതീയം പോലെ എന്തുകൊണ്ട് രാഷ്ട്രീയ ചിന്ത സാധ്യമാക്കിക്കൂടാ? അങ്ങനെയുള്ള മനുഷ്യനെക്കുറിച്ച ഒരു ശാസ്ത്രം അത് എങ്ങനെയിരിക്കും? അദ്ദേഹം ചിന്തിച്ചു. പരസ്പരം കൂട്ടിയിടിക്കുന്ന ബില്യാർഡ്സ് ടേബിളിലെ ബോളുകൾ പോലെ കൂട്ടിയിടിക്കുകയും അതുവഴി പ്രതിപ്രവർത്തിക്കുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളെ സങ്കല്പിക്കുന്ന ഒരു മെക്കാനിസ്റ്റിക് ലോകവീക്ഷണം രൂപപ്പെട്ടു വരുന്ന കാലമായിരുന്നു അത്. മനുഷ്യനും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന പദാർത്ഥങ്ങളുടെ അവയുടെ പ്രതിപ്രവർത്തനത്തിന്റെ ഒരു അഗ്രഗേറ്റ് മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ, ഇൻഡിവിജ്വലിനെ എടുക്കുക. അയാളുടെ വിശ്വാസങ്ങളും താല്പര്യങ്ങളും എല്ലാം തന്നെ ഇത്തരം പദാർത്ഥ ചലനങ്ങൾക്കപ്പുറം മറ്റൊന്നുമല്ല. അതിന് മറ്റൊരു അർത്ഥമോ യാഥാർത്ഥ്യമോ ഇല്ല. അതായത് അവനൊരു ആത്മാവോ ഭൗതികാതീതമായ എന്തെങ്കിലും മൂല്യമോ ഇല്ല. യുക്തി എന്നത് ആഗ്രഹ സാഫല്യത്തിന്റെ വഴികളോ അപകടങ്ങളിൽ നിന്ന് രക്ഷ തേടാനുള്ള കഴിവോ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായി ഹോബ്സ് വിഭാവനം ചെയ്യുന്ന മനുഷ്യൻ സ്വാർത്ഥതയുടെ പ്രതിരൂപമാണ്. തങ്ങളുടെ ഐശ്വര്യത്തിലും നിലനിൽപ്പിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന വിധം ഭൗതിക ചലന നിയമങ്ങളാൽ പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്നവരാണവർ. മനുഷ്യനെക്കുറിച്ചുള്ള തീർത്തും സിനിക്കലായുള്ള ഒരു വീക്ഷണമാണ് ഇത് എന്ന് പറയാതെ വയ്യ, തീർച്ച. പക്ഷേ ഹോബ്സ് ചോദിക്കുന്നു, നാം കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ വീടിന്റെ വാതിലുകൾ അടച്ചു പൂട്ടിയിടാറില്ലേ? ആ പ്രവൃത്തി കൊണ്ട് നാം മറ്റു മനുഷ്യരെക്കുറിച്ച് എന്റെ വാക്കുകളെ ശരിവെക്കുകയല്ലേ ചെയ്യുന്നത്? മറ്റുള്ളവരെക്കുറിച്ച് അങ്ങനെ ദോഷകരമായ കാഴ്ചപ്പാടില്ലെങ്കിൽ എന്തിനാണ് നമ്മൾ അത് ചെയ്യുന്നത് എന്നാണ് ഹോബ്സിന്റെ ചോദ്യം. ഇനി സൊസൈറ്റിയുടെ, സമൂഹത്തിന്റെ രൂപീകരണത്തിന് മുമ്പ് ഇത്തരം സ്വാർത്ഥരായ വ്യക്തികളുടെ കൂട്ടം നിലനിൽക്കുന്ന പ്രകൃതിദത്തമായ അവസ്ഥ എടുക്കുക. തോമസ് ഹോബ്സ് അതിനെ സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്ന് വിളിക്കുന്നു. ഈ വ്യക്തികളെല്ലാം ബുദ്ധിയിലും ശക്തിയിലും തുല്യരാണ്. സ്വന്തം ആഗ്രഹ സഫലീകരണത്തിനും സ്വയം സമ്പത്ത് നേടിയെടുക്കുന്നതിനും മാത്രമാണ് അവരുടെ ഓരോരുത്തരുടെയും ഒരേ ഒരു ശ്രദ്ധ. അവർ നേടാൻ ആഗ്രഹിക്കുന്ന വസ്തുക്കൾ പരിമിതമായിരിക്കെ സ്വാഭാവികമായിട്ട് അക്രമമായിരിക്കും അതിന്റെ പരിണതി. തന്റെ നിലനിൽപ്പിന് ഏറ്റവും ഉത്തമമായത് മറ്റുള്ളവരെ മുൻകൂറായി തന്നെ ആക്രമിച്ച് ഇല്ലാതാക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ആ പരിസ്ഥിതിയിൽ അവർ ഓരോരുത്തരും പുലർത്തുന്നുണ്ടാവാം. ഭീതിയുടെയും അശാന്തിയുടെയും ഇൻസെക്യൂരിറ്റിയുടെയും പേക്കിനമായി മാറുന്ന കാലമായിരിക്കും അതിന്റെ ഫലം. ഓരോരുത്തരും മറ്റുള്ളവരെ ആക്രമിച്ച് ഇല്ലാതാക്കുന്ന, എല്ലാവരും ഏകാകികളായ, ഏത് സമയത്തും ആക്രമണത്തിൽ ഇല്ലാതാക്കപ്പെടുന്ന ഒരു ഭീകരമായ ലോകം. അതായത് തങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് യുക്തിപരമായ വിധം വ്യക്തികൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ അവർ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു ലോകത്തിലേക്ക് അവരെ കൊണ്ടുചെന്നെത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വ്യക്തിയെക്കുറിച്ചുള്ള തോമസ് ഹോബ്സിന്റെ അടിസ്ഥാനപരമായ പ്രമൈസ് അംഗീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ലോജിക്കലായ തുടർച്ച ഇവിടെ കൃത്യമാണ്. സ്റ്റേറ്റ് ഓഫ് നേച്ചർ, അതായത് അക്രമത്തിന്റെയും തകർച്ചയുടെയും സ്ഥിതിയിലേക്കുള്ള അത്യഗാധമായ വീഴ്ച. അതിൽ നിന്ന് അദ്ദേഹം ഉന്നയിക്കുന്ന മറ്റൊരു വാദം മനുഷ്യ സമൂഹം ഒരു സ്വാഭാവികത അല്ല എന്നതാണ്. അത് ആർട്ടിഫിഷ്യലായി കൺസ്ട്രക്ട് ചെയ്യപ്പെടേണ്ട ഒന്നാണ്. സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്നതാണ് യഥാർത്ഥത്തിൽ സ്വാഭാവികമായ സ്ഥിതി. എന്നാൽ സർവരുടെയും ജീവന് ഭീഷണി ആണ് എന്നിരിക്കെ അതിന്റെ ഭാവി വികാസത്തിലേക്ക് വ്യക്തിപരമായി നോക്കി തങ്ങളുടെ നിലനിൽപ്പിന് മറ്റുള്ളവരെ ആക്രമിക്കാതിരിക്കുക ആവശ്യമാണെന്ന് മനസ്സിലാക്കി അത് ചെയ്യാതിരിക്കാൻ ഒരു കരാർ രൂപപ്പെടുത്തുക എന്നതാണ് സമൂഹ രൂപീകരണത്തിന്റെ ആദ്യ പടി. ഇനി അത്തരത്തിൽ കേവലമായ ഒരു കരാർ മാത്രം പോരാ. അത് നിലനിർത്തിക്കൊണ്ട് ഒരു ക്രമം സ്ഥാപിക്കാൻ പരമാധികാരമുള്ള ഒരു ശക്തി ആവശ്യമാണ്. ഒരു പരമാധികാര രാജവാഴ്ച. Covenants without the sword are but words and of no strength to secure a man at all. അതായത് വാൾ കൊണ്ട് ബലാത്കാരത്തിൽ കരാർ നടപ്പിലാക്കാൻ കഴിയുന്ന അധികാരിയാണ് വേണ്ടത്, കേവലം വാക്കുകളല്ല. വ്യക്തികൾ തങ്ങളുടെ സ്വന്തത്തിനു മേലുള്ള അധികാരം ഉപേക്ഷിക്കുകയും അത് രാജാവിന്റെ പരമാധികാരത്തിന് സമർപ്പിക്കുകയും ചെയ്യണം. അത് കലഹങ്ങൾക്കെല്ലാം അറുതി വരുത്തും. അനുസരണം വ്യക്തിക്ക് സംരക്ഷണം പകരമായി നൽകുന്നു. പരമാധികാരം അങ്ങനെ സ്വാർത്ഥരായ വ്യക്തികളിൽ നിന്ന് ഒടുവിൽ സമൂഹത്തെ സൃഷ്ടിക്കുന്നു. അത് എല്ലാവരെയും പ്രതിനിധീകരിക്കുകയും എല്ലാവർക്കും മേൽ അധികാരം പുലർത്തുകയും ചെയ്യുന്നു. ഈ രാജാധികാരം അംഗീകരിക്കാൻ പ്രജകൾ
നിർബന്ധിതരാണ്. സ്വാർത്ഥരായ മനുഷ്യർക്കിടയിൽ ഇത്തരത്തിലൊരു സോഷ്യൽ കോൺട്രാക്ട് നിർബന്ധിതമായി നിലനിർത്താനും അത് ലംഘിക്കുന്നവരെ ശിക്ഷിക്കാനും കഴിയുന്നതാവണം രാജാധികാരം. രാജാവിന് പക്ഷേ ആരുമായും ഒരു കരാറും വിധേയത്വവും ഉണ്ടാവുകയില്ല. കാരണം അദ്ദേഹത്തിൻ്റെത് പരമാധികാരമാണ്. അതല്ലെങ്കിൽ അദ്ദേഹത്തെയും ചോദ്യം ചെയ്യാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാവും. അത് വീണ്ടും സിവിൽ യുദ്ധത്തിലേക്കും ഒടുവിൽ സ്റ്റേറ്റ് ഓഫ് നേച്ചറിന്റെ അവസ്ഥയിലേക്ക് തന്നെയും കാര്യങ്ങളെ വീണ്ടും ചെന്നെത്തിക്കും. അങ്ങനെ സ്വതന്ത്രരായ വ്യക്തികളിൽ നിന്ന് ആരംഭിച്ച് രാഷ്ട്രീയ അസ്ഥിരത ഒഴിവാക്കാൻ രാജാധികാരത്തെ സ്ഥാപിക്കുന്ന ഒന്നാണ് തോമസ് ഹോബ്സിന്റെ തത്വചിന്ത. രാജാധികാരത്തെ സ്ഥാപിക്കുന്ന സെക്കുലറായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചു എന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രധാന സംഭാവന. മതത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് വേർപെടുത്തണം എന്നതിൽ അദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നില്ല. യൂറോപ്പിൽ നടമാടിയിരുന്ന മതസംഘർഷങ്ങൾ അതിൻ്റെ കാരണമായിരിക്കാം. പിന്നീട് ലിബറൽ ചിന്തയുടെ വളർച്ചയിലും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഏറെ നിർണായകമായി. ഇനി ഹോബ്സിയൻ കാഴ്ചപ്പാടിലെ ചില പ്രശ്നങ്ങളെ നോക്കാം. മനുഷ്യ സ്വഭാവം, വ്യക്തികളിൽ നിന്ന് സമൂഹത്തെ രൂപപ്പെടുത്തുന്ന കരാർ, രാഷ്ട്രീയമായ അതോറിറ്റി, ഇവ മൂന്നുമാണ് പിന്നീട് ഇൻഫ്ലുവൻഷ്യലായി തീർന്ന അദ്ദേഹത്തിന്റെ പ്രധാന ഐഡിയാസ്. ഇതിൽ കരാറിന്റെ കാര്യം എടുക്കാം. എങ്ങനെയാണ് പരമാധികാര ശക്തി രൂപപ്പെടുന്നതിന് മുമ്പ് വ്യക്തികൾ തമ്മിൽ യോജിപ്പിലെത്തുക? അദ്ദേഹം വിഭാവനം ചെയ്യുന്ന വിധത്തിലുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് നേച്ചറിന്റെ അവസ്ഥയിൽ അങ്ങനെ ചിലർ യോജിപ്പിൽ എത്തി എന്ന് തന്നെ ഇരിക്കട്ടെ, അവർ അതിന് തയ്യാറാവാത്ത ബഹുഭൂരിപക്ഷം വരുന്ന ബാക്കിയുള്ളവരുടെ ഇരകളായി തീരുകയാവും സംഭവിക്കുക. എല്ലാവരും ഒരുമിച്ച് ഒരൊറ്റ നിമിഷത്തിൽ യോജിപ്പിലെത്തിയെന്ന് കരുതേണ്ടി വരും. അതായത് കരാറിന്റെ രൂപീകരണവും അതിന്റെ രാഷ്ട്രീയമായ സ്ഥാപനവും തമ്മിൽ ഇവിടെ ഒരു സർക്കുലർ ലോജിക്കാണ് നിലനിൽക്കുന്നതെന്ന് കാണാൻ കഴിയും. ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം ഹോബ്സ് മുന്നോട്ട് വയ്ക്കുന്ന വ്യക്തികളെക്കുറിച്ച സങ്കല്പമാണ്. സമ്പൂർണമായും ഭൗതികവാദത്തിൽ അധിഷ്ഠിതമായ സാമൂഹികമായ ഇടപെടലുകൾക്ക് ഒട്ടും തന്നെ വഴങ്ങാത്ത തരം സിനിക്കലായ വ്യക്തിത്വങ്ങളെയാണ് അദ്ദേഹം അടിസ്ഥാന ഘടകമായി ഭാവന ചെയ്യുന്നത്. നിസ്വാർത്ഥതയിലും ത്യാഗത്തിലും അധിഷ്ഠിതമായ മനുഷ്യപ്രവർത്തനങ്ങളെ ഒരു തരത്തിലും അതിന് ഉൾക്കൊള്ളാൻ കഴിയില്ല. സ്വാർത്ഥതയ്ക്ക് അപ്പുറം മറ്റ് എന്തെങ്കിലും വിധത്തിൽ അടിസ്ഥാന ഘടകങ്ങളായ വ്യക്തികൾ പ്രചോദിതരാവും എന്ന് അംഗീകരിക്കാനും ഹോബ്സിന് കഴിയില്ല. കാരണം അങ്ങനെ അംഗീകരിച്ചാൽ അതോടെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന സ്റ്റേറ്റ് ഓഫ് നേച്ചറിന് കൽപ്പിക്കപ്പെടുന്ന ആ ഒരു ഭയാനകത ഇല്ലാതാവും. അതങ്ങനെ ഇല്ലാതായാലോ പരമാധികാരമുള്ള രാജാധിപത്യം അനിവാര്യമാക്കുന്ന ഘടകം തന്നെയാണ് ഇല്ലാതാവുന്നത്. ഇത്തരത്തിലുള്ള അപര്യാപ്തതകളാണ് തോമസ് ഹോബ്സിന്റെ ചിന്തകൾക്ക് എതിരിൽ വിമർശകർ ഉന്നയിക്കുന്നത്. അപ്പോഴും ആധുനിക രാഷ്ട്രീയ തത്വചിന്ത രൂപപ്പെടുത്തുന്നതിൽ നിർണായക സ്വാധീനമാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക്